അളിയനാണ് അത്ര അളിയൻ. അവനടുത്ത് രാവിലെ അവന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞപ്പോ അവൻ അതിനു മുമ്പ് ഇറങ്ങി പോയിരിക്കുന്നു വീട്ടിൽ നിന്ന്. ഒരു ഉത്തരവാദിത്വമില്ല, ഒരു കാര്യമൊക്കെ വരും ഇല്ലാത്തവൻ. എന്റെ പെങ്ങളുണ്ട് പെങ്ങള്, അളിയ എങ്ങനെ തുള്ളുവോ അതിനനുസരിച്ച് അവള് തുള്ളുള്ളൂ. പണ്ട് അവൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പണ്ട് നമ്മൾ പറയണ വാക്കിന്റെ ഒരു മാറ്റവും ഇല്ല അവൾക്ക്. ഇപ്പോഴാ അളിയൻ അത് ചെയ്താൽ അങ്ങനെ പറയും, അവൾ അത് ചെയ്യാൻ പറഞ്ഞാൽ അളിയൻ ഇങ്ങനെ ചെയ്യും. എന്റെ ദൈവമേ, ഈ കുടുംബം എങ്ങനെയൊക്കെ പോണെന്ന് ദൈവത്തിന് തന്നെ അറിയാം. അവൾ അപ്പോഴേ പറഞ്ഞാണ് അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് ഇറങ്ങാൻ. അങ്ങേരെ കണ്ട് രണ്ട് വർത്താനം പറയാൻ പറ്റിയില്ല. ആ ഒരു എനർജിയും പോയി. ഇവൻ എന്നെ എവിടെ പോയി ഞാൻ കണ്ടുപിടിക്കുന്നത്? ആഹാ, അളിയൻ എന്നെ അങ്ങനെ തള്ളാന്ന് വിചാരിക്കാം, അത് മോശം. ഞാനേ നിസ്സാരക്കാരെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം. ഞാനേ ഇവിടെ വന്നെങ്കിൽ എന്റെ വിഷമം കൊണ്ടാണ്. വിഷമം നിങ്ങൾ എന്തോന്ന് പഠിപ്പിക്കുന്നത്? എന്റെ നടക്കൂല, അതിവിടെ നടക്കൂല. രമണന്റെ മോന് ഫസ്റ്റ്, എന്റെ മോൻ ഒരു റാങ്ക്. എന്തല്ലേ പ്രശ്നം? എന്തോ പ്രശ്നം എന്തോ താഴെ പോകുന്നത്. ഞാൻ രാവിലെ വന്നത് നിന്നെ നോക്കി. എന്നെ നോക്കി രാവിലെ വന്നതായി. ഓ അലയും കേക്കണം, പറ. അലയും കേക്കണം. നീ ഇവിടെ വീട്ടിന്റെ ഫ്രണ്ടിൽ മാറിയില്ല. ഈ പട്ടിക മോൻ അത് കേൾക്കണോ? പറ. അത് സംഭവം ഉണ്ടല്ലോ. സംഭവം ഇരുന്നല്ലോ, നീ രാവിലെ തന്നെ അടിച്ചു കയറ്റിയാ? വിഷമം. എന്ത് വിഷമത്തിന് കാര്യം എന്തെന്ന്? ഇവിടെ പഠിപ്പിക്കുന്നത് ശരിയല്ല. പഠിപ്പിക്കുന്നത് ശരി. വിഷമം. ഇവിടെ ഒരു തള്ളച്ചി ഉണ്ട്. തള്ളച്ചി പഠിപ്പിക്കുകയാണ് പശു പാല് തരുമെന്ന്. പശു പാല് തരുവാളിയാ? താ എന്തിനു പറയണത്? പശു പാലല്ലാതെ തന്നെ പറങ്ങേണ്ടി അതിന്. അത് ഒരുമാതിരി കോപ്പരോ ആളെ ഒന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും പശു പാല് നമുക്ക് തന്നിട്ടുണ്ടോ? നമ്മൾ പിടിച്ചു വാങ്ങുകയല്ലേ, കറഞ്ഞിട്ട് പിടിച്ചു വാങ്ങുകയല്ലേ അളിയാ ചെയ്യണത് പശുവിന്റെ. അളിയൻ പറഞ്ഞ ശരി തന്നെ, നമ്മൾ കറന്ന് തന്നെ എടുക്കണം. മനസ്സിലായി. പക്ഷേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോ അവര് എന്തോന്ന് പറഞ്ഞു തരും? പശു നമുക്ക് പാൽ തരുന്നു, അങ്ങനെയല്ലേ പഠിപ്പിക്കാൻ പറ്റും? തെറ്റി അളിയ. നമുക്ക് ഒരേ ഒരു സാധനമാണ് നമുക്ക് തരണം, കോഴിയാണ് നമുക്ക് മുട്ട തരുന്നു. അത് തന്ന മാത്രമല്ല അളിയ ഓർത്തോണം, അത് മുട്ട ഇട്ടിട്ട് വിളിക്കും. പശു വിളിക്കോ? ഇതാ എന്റെ പാലിരിക്കണം പറഞ്ഞു വിളിക്കോ? വിളിക്കൂല. അപ്പൊ ഇത് തെറ്റല്ലേ അളിയാ പഠിപ്പിക്കുന്നത്? തെറ്റാ? അങ്ങനെ ഞാൻ പറയണം, മനസ്സിലാവണില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി അളിയാ. നമ്മൾ പറഞ്ഞ കോഴി നമുക്ക് മുട്ട തരും, അത് തരും. ആ കോഴി മുട്ട തരും. പക്ഷെ പശു നമുക്ക് തരില്ല അളിയാ. ഇത് തന്നിട്ട് വിളിച്ചു പറയും പറഞ്ഞു അളിയ. വേറൊരു കാര്യം, അക്ഷരം അക്ഷരം ഇട്ടിട്ട് റായിടും. പുറത്ത് വള്ളിയും കൂടുമ്പോ അതിന്റെ ഉറി. അതുപോലെയാണ് അളിയാ നമ്മളെ കാര്യങ്ങൾ. നീ ഇങ്ങോട്ട് നടാ, ഇട്ടിട്ട് ഇമ്പായിട്ടിട്ട് വള്ളി ഇട്ട് കൊണ്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. വാങ്ങിട്ട് അല്ല, എനിക്ക് രണ്ട് വർത്താനം പറഞ്ഞോളയാ. ഞാൻ പറയണ നീ കേള്. അത് വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം പോലെയാണ് നിന്റെ ഈ കൊച്ചിനെ വിടുന്ന ട്യൂഷൻ ക്ലാസ്. നിനക്കാണെങ്കിൽ കായിക്കങ്ങാ പോലും പറയാനും എഴുതാനും അറിയാമോ? പിന്നെ ആര് പറഞ്ഞ അളിയനാ പറഞ്ഞു? എനിക്കറിയാം, നീ ഒരുപാട് എടുത്ത് ഉപയോഗിക്കുന്നത്. അളിയാ, വിദ്യ അഭ്യസിക്കുന്ന വിദ്യാലയം പോലെയാണ് നിന്റെ ഈ കൊച്ചിനെ വിടുന്ന ട്യൂഷൻ ക്ലാസ്. നീ ഈ കായിക്കങ്ങാ പോലും അറിഞ്ഞുകൊണ്ടാ നീ ഇവിടെ വന്നിരുന്ന് വെള്ളം അടിച്ചോണ്ട് ഓരോന്ന് പറഞ്ഞ് അലുമുണ്ടാക്കല്ലേ അളിയാ. വാ നീ വർത്താനം പറയാ. ഈ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ച എല്ലാവരും ജയിച്ചു. എൻ്റെ മോനെ ഒഴിച്ച് ബാക്കി എല്ലാവരും ജയിച്ചു. കാരണം ഒരു മാർക്കുണ്ടായിരുന്നു. എങ്ങനെ ജയിക്കും? പശു പാല് തരുമെന്ന് പറഞ്ഞ പശു എന്തെങ്കിലും പാല് കൊടുത്തിട്ടുണ്ടോ അളിയാ? ന്യായം പറയുമ്പോൾ എല്ലാ ന്യായവും പറഞ്ഞു. അത് വിഷമമുണ്ടല്ലേ, വിഷമം. ഞാൻ ക്വാർട്ടർ അടിക്കാൻ പറ്റുന്ന പൈസ വരെ മാസം ഇവർക്ക് ഫീസ് കൊടുക്കാനില്ലെന്ന് ഞാൻ അത് ഒഴിവാക്കി വെച്ച് ഇവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടാ. എന്നിട്ട് പോലും എന്റെ മോനെ ജയിപ്പിക്കാൻ ഇവർക്ക് പറ്റിയില്ല. ദിസ് ഇസ് നോട്ട് ദ പോയിന്റ്. റിസൾട്ട് വന്നത് ഞാൻ അറിഞ്ഞു. അതിനെക്കുറിച്ച് രണ്ട് വർത്താനം പറയണമെന്ന് വെച്ച് തന്നെയാണ് അളിയനെ നോക്കി ഞാൻ രാവിലെ വീട്ടിൽ വന്നത്. അപ്പൊ താൻ രാവിലെ അവിടെ നിന്ന് ഞാൻ വരുമെന്ന് പറഞ്ഞ് എന്റെ അനിയത്തി പറഞ്ഞ് താൻ അവിടെ നിന്ന് മുങ്ങി. പിന്നെ നിന്റെ അടുത്ത് പറയാനുള്ള കാര്യം ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു തരാം. തൻ്റെ മോന് താൻ 50,000 രൂപ എടുത്ത് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു. അവൻ 24 മണിക്കൂറും അതിനകത്ത് എന്തോന്നു ഗെയിം കളി, വേറെ കാർട്ടൂണ് കാണക്കം, അങ്ങനെയുള്ള പരിപാടിയാണ് അവൻ. അതിന് ഈ സ്കൂളുകാരെയോ ട്യൂഷൻ പഠിപ്പിച്ച ആൾക്കാരെയോ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് താൻ മനസ്സിലാക്കണമായിരുന്നു. ഇന്നിതാ ഈ 2 എണ്ണം അടിച്ചോട്ട് പോയി കൊച്ചിനെ പോയി വഴക്ക് പറയും. ആ കൊച്ചി മനം നൊണ്ട് മനസ്സ് വിഷമിച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് ആർക്കാണ് നഷ്ടം? നിനക്ക് നഷ്ടമാണ് നഷ്ടം. ഇപ്പോഴും പിന്നെ വേറൊരു കാര്യമുണ്ട്. 24 മണിക്കൂറും കൊച്ചു പിള്ളേരെടുത്ത് പടി എന്ന് പറഞ്ഞാൽ അവർ ഫുള്ള് ടോർച്ചറാണ് ചെയ്യണത്. 10ാം ക്ലാസ് പരീക്ഷ തുടങ്ങുമ്പോഴേ രക്ഷകർത്താക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫുള്ള് A+ വാങ്ങണം, എന്നാലേ അഡ്മിഷൻ കിട്ടുള്ളൂ. മറ്റവന്റെ മോനെക്കാട്ടിൽ ഒരു പടി നീ മുന്നിൽ നിൽക്കണം. ഇത് കേൾക്കുമ്പോഴേ പിള്ളേരെ ഫുള്ള്
കോൺസെൻട്രേഷനും പോയി നല്ല പേടിയാവും അവർക്ക്. പരീക്ഷയിലെ റിസൾട്ട് പറഞ്ഞതിന്റെ തലേ ദിവസമേ നിങ്ങൾ പറയും ജയിച്ചില്ലെങ്കിൽ നിന്നെയൊക്കെ തൊലച്ചു കളയുമെന്ന്. ഇത് കേൾക്കുമ്പോഴാ ഈ കൊച്ചുകൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും ആദ്യം കൂടും. ഇത് അഥവാ അബദ്ധത്തിനെങ്ങാനും തോറ്റുപോയാ ഇവരെന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുവളിയാ? അതാണ് ഞാൻ നിന്റെ അടുത്ത് പറയണത്. രാവിലെ ഈ കൊച്ച് തോറ്റുപോയ കാര്യം ഞാൻ അറിഞ്ഞു. വീട്ടിൽ വന്നപ്പോഴാ നിന്നെ കാണാനില്ല. നിന്നെ കണ്ടപ്പോഴാ നീ ഈ കോലത്തിൽ. നീ ഒരു കാര്യം ചെയ്, അവന്റെ അടുത്ത് പോയി സ്നേഹത്തോട് സംസാരിച്ചിട്ട് അവന്റെ അടുത്ത് കാര്യം പറയണം. ഈ വർഷം പോയാ മക്കളെ പോയാൽ അടുത്ത വർഷം നമുക്ക് നോക്കാമെന്ന് നീ സ്നേഹത്തോടെ ആ ചെറുക്കൻ്റെ അടുത്ത് പോയെന്ന് പറയണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നീ രാവിലെ അവനെ എന്റെ വീട്ടിൽ പറഞ്ഞു വിടും. ഞാൻ നോക്കിക്കോളാം അവന്റെ കാര്യം. ഇതിന് എല്ലാത്തിനും കാരണം ഉണ്ടല്ലേ നിന്റെ ഈ മുടിഞ്ഞ കുടിയാണ്. നീ അത് എന്തെങ്കിലും മനസ്സിലാക്കോളിയാ. ഞാൻ പോണു.